സ്ട്രോബെറി ചാനലിൻ്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അടിപൊളി റെസിപ്പിയുമായി ന്യൂ ഹാംഷെയറിൽ നിന്നും മഹിമ ബിബിനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഷെഫ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഹായ്, എൻ്റെ പേര് മഹിമ ബിബിൻ. ഞാൻ ഇന്ന് സ്ട്രോബെറി ചാനലിലെ ഗസ്റ്റ് ഷെഫ് സെഗ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്, ബീട്രൂട്ട് ഹൽവ. ഇനി നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഓൾമോസ്റ്റ് 4 കപ്സ് ഗ്രേറ്റഡ് ബീട്രൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായി 2 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായി ഞാൻ എടുത്തത് നെയ്യാണ്. നെയ്യ് ഞാൻ ഒരു 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കശുവണ്ടി പരിപ്പ്, നെക്സ്റ്റ് മുന്തിരിങ്ങ വറുത്തിടുന്നതിന് വേണ്ടിയാണ്. അടുത്തതായി ഞാൻ എടുക്കുന്നത് 1.5 കപ്പ് പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 3 ടീസ്പൂൺ നെയ്യാണ്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഈ നെയ്യ്. ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ നെയ്യ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നല്ല മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം നെയ്യെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു പകുതി ഭാഗം വറന്ന് വരുമ്പോഴേക്കും നമുക്ക് മുന്തിരിങ്ങ കൂടി ചേർക്കാം. മുന്തിരിങ്ങ പെട്ടെന്ന് വറന്ന് വരും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ കോരിയെടുക്കാവുന്നതാണ്. എല്ലാവരും സൂക്ഷിച്ചോളണം, ഇതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. മുന്തിരിങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അത് ബബിളി ആയ ഉടനെ തന്നെ നമ്മൾ കോരി മാറ്റണം. ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ആ ബീട്രൂട്ടിനെ വഴറ്റിയെടുക്കാം. ഞാൻ നെയ്യൊന്നും മാറ്റിയിട്ടില്ല, അതിൽ